ഇതാണ് വെള്ളരിക്കയും മാങ്ങയും കറി. ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൂടിൽ കുറച്ചൊന്നുകൂടി ഇരിക്കുമ്പോൾ കുറുകും, ഒന്ന് തണുക്കുന്ന സമയത്ത് കുറുക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളിന്ന് പരിപ്പും വെള്ളരിക്കയും ഉപയോഗിച്ചിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല കഴുകി വെള്ളത്തിലിട്ടിട്ടുള്ള പരിപ്പാണ്. കുറച്ച് പരിപ്പ്, ഒരു 2 പിടിയുള്ളൂ, അതൊരു അര കപ്പോളം കഷ്ടി ഉണ്ടാവും. അത് 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നല്ല കഴുകി എടുത്തിട്ടുള്ള പരിപ്പാണ്. നമ്മൾ സാധാരണ സാമ്പാറിനൊക്കെ ഇടുന്ന പരിപ്പ്. അതിലേക്കൊരു 1/4 കിലോ വെള്ളരി. നിങ്ങൾക്കിത് വെള്ളരിക്ക് പകരം കുമ്പളങ്ങയും ഇതിനകത്ത് ഇതേ പ്രൊസീജിയർ തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഒരു തണ്ട് വേപ്പില, 1 സ്പൂണ് ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. അത് കൂടാതെ നമ്മൾ ഇതിനകത്തേക്ക് 2 കപ്പ് വെള്ളം ഒഴിക്കും. ഇത്രയുമാണ് ഇതിൽ വേണ്ടത്. വെള്ളം 2 കപ്പ് ഇങ്ങനെ അടക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളരിക്ക് ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം, ആ രീതിയിൽ നിങ്ങൾ കണക്കാക്കിയുണ്ട്. ഇത്രയുമായതിനു ശേഷം നമുക്കിതൊന്ന് കത്തിക്കാം. ആദ്യത്തെ വിസില് ഫുൾ തീയിലും, രണ്ടാമത്തെയും മൂന്നാമത്തെയും വിസില് ലോ ഹീറ്റിലും വയ്ക്കാം. പെട്ടെന്നാവും കേട്ടോ. കറി ഉണ്ടാക്കി തുടർന്നു. നമ്മൾ വെള്ളരിക്കയും പരിപ്പും നമ്മൾ പ്രഷർ കുക്കറിൽ മാറ്റിച്ചു. നമ്മൾ ചട്ടി വെച്ചു. ചട്ടിയിൽ 3 സ്പൂൺ എണ്ണ ഒഴിച്ചു. ഇതിനെയല്ല, ഒരു എണ്ണയാണ്. അതിലേക്കൊരു 10 ചെറിയുള്ളി ചതച്ചത് ഇടുന്നു. അതൊന്ന് ഇടയ്ക്ക് ഒന്ന് മൂത്ത് വരാനായിട്ട് അല്പം ഉപ്പ്. ഉള്ളി മൂത്ത് വന്നു. നിറം മാറാൻ തുടങ്ങുന്ന ഒരു സമയം, അധികം നിറം മാറരുത്. ആ സമയത്ത് കുറച്ച് മാങ്ങ, ഇളക്കുക. മാങ്ങ ഒന്ന് വേവണം. മാങ്ങ വേവുന്നതോടുകൂടി കുറച്ച് വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരും. തീ കുറയ്ക്കുക, മീഡിയം ടു ഹൈ ഫ്ലെയിം വയ്ക്കുക. മാങ്ങ ഇറക്കിയതിന് ശേഷം അടച്ചു വയ്ക്കും. മാങ്ങ വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങ കുറച്ച് വെള്ളം. മാങ്ങ വെന്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 പച്ചമുളക് കീറിയത്. ഒരു നീളമുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് പകുതിയാക്കിയതാണ്. അതുകൊണ്ട് നീളം കൂടുതലിരുന്ന എരിവ് കുറവാണ്. 2 പച്ചമുളക് ഇടുക. ഒന്ന് ഇളക്കുക, നന്നായിട്ടൊന്ന് ഇളക്കുക.
അതിനോടൊപ്പം നമ്മൾ നേരത്തെ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളരിക്കയും പരിപ്പും കുറച്ച് വെള്ളത്തോട് കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കും. വെള്ളത്തോട് കൂടിയിട്ടായിരിക്കും ആ കുക്കർ ഉണ്ടാകുക. കാരണം നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു. അങ്ങനെ തന്നെ നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഒന്ന് ഇളക്കുക. നിങ്ങൾക്ക് ഉപ്പ് നോക്കാം ഈ സമയത്ത്. ഓക്കെയാണ്. നല്ല പുളി കൊണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണ്. ഒന്ന് ഇളക്കിയ ശേഷം 1 മിനിറ്റിനടുത്തേക്ക് അടച്ചു വയ്ക്കും. അതൊന്ന് തിളച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ഇളക്കുക. എന്നിട്ട് ആ വെള്ളരിക്ക, മാങ്ങാനി സാധനങ്ങളിൽ കുറച്ച് ഈ കയ്യിലുകൊണ്ട് തന്നെ ഉടക്കി. മുഴുവൻ ഉടയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുറച്ചെണ്ണ മാത്രം ഉടച്ചിടുക. അതിനുശേഷം അതിലേക്ക് തേങ്ങ അരച്ചത് ഇടുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 മുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ജീരകവും ഉപ്പും ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത്. ആ അരച്ചത് ഇതിലേക്ക് ചേർക്കും. ഒപ്പം ആ മിക്സി ഒന്ന് കഴുകി ആ വെള്ളം കൂടി ഒഴിച്ചു. ഒന്ന് ഇളക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, തേങ്ങ ചേർത്ത ശേഷം ഇത് അധികം തിളപ്പിക്കണം. തിള വരുന്ന ഒരു സ്റ്റേജിൽ അവസാനിക്കും. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് വെള്ളമാണ്. ഇതൊരു കുറുകിയ ഇതാണ്, ഇതൊരു മൺചട്ടിയാണ്. ഒന്നുകൂടി ഇരിക്കുമ്പോൾ ഒന്ന് കുറുകും. അപ്പോൾ അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിക്കും. നന്നായി ഇളക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇത് തിള വന്നും തുടങ്ങുന്ന സമയത്ത് നിർത്താം. ഉപ്പൊക്കെ ഒന്നുകൂടി നോക്കുക. കുറച്ചുകൂടി ഉപ്പാവാം, കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നു. ഈ ഇളക്കൽ നിർത്തി കഴിഞ്ഞാൽ അത് തിള വന്നോളും. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വരണം.
അതിന് വേണ്ടിയിട്ട് ഒരു 2-3 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കും. 2 സെക്കൻഡ് കഴിഞ്ഞ് തുറക്കുമ്പോഴേക്കും തിള വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. തിള വന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഒന്നുകൂടി അതൊന്ന് ഇളക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യുന്നതോടൊപ്പം ഇത് അടച്ചു വയ്ക്കും. താളിച്ചെടി കൂടി വേണം, അപ്പോഴാണ് കറി മുഴുവനാവുക. താളിക്കാനുള്ള മറന്നാണ് അടുത്ത്. താളിക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം 1 സ്പൂണ് കടുക്, കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി അരിഞ്ഞത് നമ്മൾ ചേർക്കും. ഒരു 3 വറ്റൽമുളക്, ഒരു ഇതുള്ള വേപ്പ്. ഇത്രയും സാധനങ്ങളാണ് വറുത്തിടാനായിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇളക്കുക. ആ ഉള്ളി ഒന്ന് ബ്രൗൺ കളറിലേക്ക് വരണം. ചെറിയ ഉള്ളിയുടെ ഈ റൗണ്ടുകളൊക്കെ വിട്ട് വന്ന് അതൊരു ബ്രൗൺ കളറിലേക്ക് മാറും. ആ ബ്രൗൺ കളറിലേക്ക് മാറുന്ന ഒരു സ്റ്റേജിലാണ് നമ്മൾ നിർത്തുന്നത്. ഇപ്പോൾ ബ്രൗൺ കളറിലേക്ക് മാറാൻ തുടങ്ങി. ഈ ഒരു സ്റ്റേജ് ആയാൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ വറവ് നേരെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിക്കും. കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ ഇളക്കരുത്, പകരം അത് അടച്ചു വയ്ക്കും. അപ്പോൾ അവിടെ ഇരുന്ന് അതിൻ്റെ ആ എസൻസൊക്കെ ഒന്ന് കറിയിലേക്ക് ചേരും. കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട്.